എപ്പിസോഡ് അവസാനിച്ചപ്പോൾ ഏകദേശം ഒരു പാതിരാത്രി സമയത്ത് അനുമോൾ ഗാർഡൻ ഏരിയയിലെ ഒരു ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ കരയുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കൺട്രോൾ ചെയ്തിരുന്നാണ് ഇങ്ങനെ കരയുന്നത്. ആദില നൂറയായിട്ടുണ്ടായ ആ ഒരു പ്രശ്നം തന്നെ ആയിരിക്കാം കാരണം. പക്ഷേ അതല്ലാതെ അതിന് തൊട്ട് മുൻപായിട്ട് നെവിൻ വന്ന് അനുമോളുടെ അടുത്ത് സോറി പറഞ്ഞു. നെവിൻ അനുമോളെ കെട്ടിപ്പിടിച്ച് എനിക്ക് നിൻ്റെ അടുത്ത് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാനിത് ഡ്രാമ കളിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണ്. എനിക്ക് നിൻ്റെ അടുത്ത് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നീ എൻ്റെ അടുത്ത് ഞാൻ സ്നേഹം കാണിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട, പക്ഷേ എനിക്ക് നിൻ്റെ അടുത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതെന്ന് പറഞ്ഞ് നെവിൻ അനുമോളുടെ അടുത്ത് ഒരു സോറി പറഞ്ഞ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങ് സോൾവ് ആക്കി. ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ അനുമോളിരുന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം, ഇത്രയും നാൾ കൂടെ നടന്ന ആതിര നൂറായിട്ട് ഇപ്പോഴും പ്രശ്നത്തിലാണ്, അവർ അനുമോളെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ വലിയ വിഷയമുണ്ടാക്കിയ നെവിനായിട്ട് ഇപ്പോൾ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. അതായത് നെവിൻ വന്ന് സോറി പറഞ്ഞ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം വന്ന് തീർത്തിട്ട് പോയി. അപ്പോൾ ഒരാഴ്ച മുൻപേ ശത്രുക്കളായവർ ഇപ്പോൾ മിത്രങ്ങളും, ഒരാഴ്ച മുൻപേ മിത്രങ്ങളായവർ ഇപ്പോൾ ശത്രുക്കളുമായിട്ടാണ് നിലവിൽ ഇപ്പോൾ അനുമോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഇംബാലൻസ് തന്നെ ആയിരിക്കാം അനുമോളെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഏകദേശം 90ാമത്തെ ദിവസമല്ലേ, വല്ലാത്ത പ്രഷർ സിറ്റുവേഷനിലാണ് അവിടെയുള്ള ഓരോ മത്സരാർത്ഥിയും. അതേ സമയത്താണ് ഇവിടെ വീട്ടുകാരെല്ലാവരും ഒരു മത്സരാർത്ഥി എതിർത്തുകൊണ്ട് അനുമോളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ ആലോചിച്ചിട്ടിരുന്ന് കരഞ്ഞതായിരിക്കാം. ഏകദേശം ഒരു 11:30-12 മണിയാകുമ്പോൾ ഇരുന്ന് കരയുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് ലൈവിൽ നടക്കുന്നതേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.